നാടൻ വിഭവങ്ങളും നാടൻ രുചിയിലേക്കും വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ തുളസി പൂജ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റവ കൊണ്ട് നമുക്ക് എങ്ങനെ വേഗത്തിൽ ഒരു നാടൻ പലഹാരം ആക്കാം എന്നുള്ളത്. അത് നമുക്ക് നോക്കിയാലോ. തീയൊന്ന് കത്തിച്ചിട്ട് പാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പ് റവ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിനെ നമുക്കൊന്ന് നല്ലവണ്ണം വറുത്തെടുക്കണം. ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിനൊന്ന് ചുവന്ന കളറാകുന്ന വരെ നമുക്കിതിനൊന്ന് വറുത്തെടുക്കണം. നല്ല ഒരു ബ്രൗൺ കളർ നിറത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, ഒരു മുറി തേങ്ങ എടുത്തിരിക്കുന്നത്, അതിനെ ഒന്ന് വെളിച്ചെണ്ണയിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് മിക്സായി വരട്ടെ. നല്ലോണം മിക്സായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാ സൈഡും നല്ലോണം ഒന്ന് ഇളക്കി നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഞാൻ എടുത്ത റവ പാത്രത്തിൽ 1/2 കപ്പ് അല്ല, ഒരു 3/4 കപ്പിൻ്റെ അത്ര പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരം എത്ര വേണോ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇനി ഇതിന് നമുക്ക് നല്ലവണ്ണം ഇതുമായിട്ടൊന്ന് മിക്സ് ആക്കണം. ഇതിലേക്കൊരു 4-5 ഏലം എടുക്കുക. ഇതിനൊന്ന് നല്ലോണം പൊടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഇതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ 1 ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കാം. ഇനി ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. ഞാൻ ഇതിൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതിൻ്റെ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നല്ലോണം ഒന്ന് പ്രസ്സാക്കി കൊടുക്കണം. ഇനി ഇതിനെ നല്ലോണം ഒന്ന് എടുത്ത് കൊടുത്താൽ മതി. നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുണ്ടോ, ഇങ്ങനെ നല്ല ഷേപ്പിൽ വരും. നമുക്കിതൊന്ന് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ആക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഏതൊക്കെ രൂപത്തിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതൊരു ഹെൽത്തി ഫുഡും കൂടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.